എന്താ ചേച്ചി, ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോളെ അതൊക്കെ നോക്കുന്നേ. അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട് ഓ ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ ആ അതന്നെ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കൂ. എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ അയ്യോ, ചായ ഒന്നും വേണ്ട. മോന ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കെ. ഹായ്. ഹായ്. ആ രമ്യത് ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ. ചേച്ചിക്ക് നോക്കാനല്ലേ. മനസ്സിലായി. ഓടി അവിടുന്ന്. ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട. അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട, ഞാൻ അയ്യോ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കും. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോടോ ചായ? വാങ്ങിച്ചോ. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛൻ്റെ അമ്മായിയുടെ മോൾ അംബുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അംബുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? ആ, അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ടാ ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടൂ. നീ ഇവിടെ ഇതേ വരുന്നു പറയാം. കണ്ണങ്കര ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കേ. വായോ വാ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറി കേട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. നമ്മളെ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ.
എന്തിനാ മക്കളെ നാത്തുമ്പോര് ഇപ്പൊ തുടങ്ങുന്നത്? പോവും, പോവും. ഡോർ അടച്ചേക്കണേ. നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ ലവ് ജിഹാദാണോ എന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ശ്ശോ, നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ചേച്ചി കണ്ട അങ്ങോട്ട് ഇരുന്നോ. ആ, ഞാൻ ഇരിക്കുവാണേ. ആ ഡോർ അടച്ചേക്കണേ. നീരമോളെ, കേറിയാ ടിക്കറ്റ്. വാ ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ, എന്തൊക്കെയുണ്ട്? എന്തായി? ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേ, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ, ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. ആ ആ ഒഴി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. ഉം. അവള് ശലഭ. ആ, ആ, ആ. അയ്യോ, അയ്യോ, ഒറ്റക്കടത്തിയിരിക്കല്ലേ? ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ? ഏ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല കറക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവന് തന്നെ. ആരമ്മേ? ഏ? ആരാ? ആ, അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ. MSc. ശലഭ. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുവിടെ വരുന്നില്ലേ? ഇല്ല വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടാമേ. ആ, അവർ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുവിടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ? നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടാന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ, അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ? ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ. നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഏ, ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനു ലൈനല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും.